ഹലോ വെൽക്കം ബാക്ക് ടു അവർ വ്ലോഗ്. ഞങ്ങളൊരു അടിപൊളി സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഞങ്ങളുടെ സ്വന്തം ഷാർജ മുനിസിപ്പാലിറ്റി. ഭയങ്കര അടിപൊളിയല്ലേ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ബിൽഡിംഗ്. ഈ മുനിസിപ്പാലിറ്റി കാണുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തിനാ ഇത്രയും വലിയൊരു മുനിസിപ്പാലിറ്റി, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന്. ആവശ്യം ഉണ്ടാവായിരിക്കും കേട്ടോ, എനിക്കറിയില്ല. പിന്നെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ അതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം. പിന്നെ ഇവിടെ ടോട്ടൽ 8 ഗാലറീസ് വരുന്നുണ്ട് കേട്ടോ. ഈ ആർട്ട്പരമായി അധികം പറയാമെന്ന് എനിക്കറിയില്ല, അതിനുള്ള ബുദ്ധി വിവരമൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഇല്ല. ബാക്കിയുള്ളതൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ 150 വർഷം പഴക്കമുള്ള ഒരു മോസ്ക് ഉണ്ട് കേട്ടോ. ഞാൻ ശരിക്കും ഞെട്ടിയിട്ട് അത് കണ്ടിട്ട്. 150 വർഷം പഴക്കം എന്ന് വെച്ചാൽ നമ്മൾ അത് ഒരുപാട് വർഷം മുമ്പുള്ളതല്ലേ, പക്ഷെ ഭയങ്കര വൈബാട്ടോ അവിടെ. ഇതിനകത്താണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഇത് കണ്ടുപിടിക്കാൻ ഞങ്ങൾ കുറേ ടൈം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കയറി ടിക്കറ്റൊക്കെ എടുത്തു. പക്ഷെ ഞങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് ആയിരുന്നു കേട്ടോ. അന്ന് എന്തോ ഫ്രീ എൻട്രി ആയിരുന്നു, അതുകൊണ്ട്. ഇവിടെ ഇതുപോലെ കുറേ നടക്കാനുണ്ട് കേട്ടോ. ഓരോ ഗാലറിയിലേക്കും കുറേ നടക്കാനുണ്ട്. പക്ഷെ ഭയങ്കര പൊള്ളുന്ന വെയിലും നമുക്ക് കേൾക്കില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മരങ്ങൾ അവിടെയുണ്ട്. അതിൻ്റെ തണലത്ത് കൂടെ നമ്മൾ നടക്കുന്നത് കംപ്ലീറ്റ്. പുറത്ത് നല്ല വെയിൽ തന്നെയാണ്, പക്ഷെ നമുക്കതൊന്നും കേൾക്കില്ല. ഗേൾസ് രണ്ടും അണ്ടർ 4 ആണ് കേട്ടോ. അവർക്ക് ഈ ഡ്രോയിങ്സിനോടും പെയിൻറ്റിങ്സിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏജ് ആയത്. അവർ വീട്ടിൽ നിന്നാണെങ്കിൽ ഫുൾ കളേഴ്സും ഫുൾ പെയിൻറ്റിങ്സും ഒക്കെ ആയിട്ട് നടക്കുന്ന പ്രായമാണ്. അപ്പോൾ ഇവർ ഈ ഗാലറി പോയ ടൈമിൽ ഭയങ്കര ഡൗട്ടായിരുന്നു, മമ്മ ഇതെന്താ, ഡാഡാ ഇതെന്താ, ഭയങ്കര ഡൗട്ടായിരുന്നു അവർക്ക് രണ്ടുപേർക്കും. മേ ബി അതുകൊണ്ടായിരിക്കും രണ്ടുപേരും വലിയ ബോറടിയൊന്നും കാണിക്കാതെ ക്ഷമയോടുകൂടി തന്നെ ഓരോ ഡ്രോയിങ്സും കണ്ട് ഓരോ പെയിൻറ്റിങ്സും കണ്ട് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ഇതുപോലെ കുറേ കിറ്റൺസ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ സെക്യൂരിറ്റി അങ്കിൾ പറഞ്ഞത് അവർ വളർത്തുന്നതാണ് പോലെ ഇതിനെ. അവരാണ് ഇതിന് ഫുഡൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ എപ്പോഴും ഇത് നടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫെല്ലുക്കും കേൾക്കും ഭയങ്കര ഇഷ്ടമാണ് കിറ്റൺസിനൊക്കെ. അവരിതിൻ്റെ പുറക്കെ തന്നെയായിരുന്നു കുറേ നേരം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മോസ്ക്. 150 years ഓൾഡ് ആയിട്ടുള്ള മോസ്ക്. ഭയങ്കര കുഞ്ഞു മോസ്ക് ആട്ടോ, പക്ഷെ ഭയങ്കര വൈബായിരുന്നു ഇവിടെ. ടോട്ടൽ 8 ഗാലറീസ് ആണല്ലോ വരുന്നത്. അതിൽ 8 എണ്ണം ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഓരോന്ന് പോലെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുണ്ട്, അതുപോലെ ബ്ലൂ ആൻഡ് വൈറ്റ് ഉണ്ട്, പിന്നെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ഇതിനകത്ത്. ഓരോ ഗാലറീൻ്റെ അകം ഞങ്ങൾ ഇഷ്ടപ്പെട്ട പോലെ തന്നെ കേട്ടോ. എല്ലാത്തിൻ്റെയും പുറം ഭയങ്കര രസമായിട്ട് കാണാൻ. പിന്നെ ഓരോ ഗാലറിയും കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. ഇതൊക്കെ ഓരോന്ന് ഞങ്ങൾ തപ്പി കണ്ടുപിടിക്കുന്ന സീനാണ്. ലെഫ്റ്റ് ആൻഡ് ദിസ് ഈസ് സീക്രട്ട് ഗാർഡൻ ഓർ അർബൻ ഗാർഡൻ. ശരിക്കും ഇത് സീക്രട്ട് തന്നെ കേട്ടോ. പെട്ടെന്നൊന്നും ആരുടെയും കണ്ണുപെടില്ല. ഞാനും ഫെലു മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ കേട്ടോ. ഈ ഗാർഡൻ അധികം ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ. കാരണം ഇതിൻ്റെ അകത്തേക്ക് 2-3 സ്റ്റെപ്പ് വെച്ചപ്പോൾ തന്നെ കുറേ പൂച്ചയുണ്ട് ഇങ്ങോട്ട് വരുന്നത്. അത് കണ്ട് പേടിച്ച് ഞാനും ഫെലും തിരിച്ചോടിട്ടോ. പക്ഷെ എന്തോ ഭയങ്കര രസമുണ്ട് അത് കാണാൻ. ഒരുപാട് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഇരുട്ടായി കിടക്കട്ടെ അതിനകത്ത്. ഈ ഒരു മോസ്കിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഭയങ്കര അടിപൊളിയാണ് സംഭവം. ഇറാനി സ്റ്റൈലിൽ ബ്ലൂ കളർ ടൈലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ളൊരു മോസ്ക്. ആർട്ട് ഫോർ ഓൾ സെൻറ്റർ ഇത് ക്ലോസ്ഡ് ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് മിസ്സായി.
പിന്നെ ഇതിൻ്റെ പുറത്തെ ഭാഗമാണ് കേട്ടോ ഇത് കാണുന്നത് കംപ്ലീറ്റ്. ഇവിടെ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ നടന്നു കുറേ കളിച്ച് നടന്നൊരു സ്ഥലമായിരുന്നു കേട്ടത്. ഞങ്ങൾ ഉദ്ദേശിച്ചത് ഫെല്ലും കേക്ക് കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമായത്. പിന്നെ ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ കുറേ പേര് ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറേ പേര് ഇവിടെ കാണാൻ പറ്റും. ഈ കാണുന്ന ഇവിടുത്തെ മെയിൻ ഫോട്ടോഗ്രാഫിക് സ്പോട്ടാണ് കേട്ടോ. ഭയങ്കര ഭംഗിയായിട്ടത് കാണാൻ. പിന്നെ ഈവനിങ് ആയപ്പോഴേക്കും നല്ല ഗോൾഡൻ സണ്ണൊക്കെ വന്നു, നല്ല കാറ്റും ഭയങ്കര കാമായിട്ട് കുറേ നേരം അതിലൂടെ നടക്കാൻ പറ്റി. ഈ കാണുന്ന കച്ചറയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നോർമലി ഉണ്ടാകുന്നതാണ് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് മൈൻഡ് വെക്കാൻ പോയാൽ അവർ നിർത്തുകയുള്ളൂ. മൈൻഡ് വെക്കാന്നാൽ കുറേയൊക്കെ കഴിയുമ്പോൾ അവർ തന്നെ അങ്ങോട്ട് നിർത്തിപ്പോയിക്കോളും. ഇതാണ് സൂക്കൽ അർസ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സൂക്ക്. അങ്ങനെ ഒരുപാട് പേരൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഉള്ളത് തന്നെ കുറച്ച് അറബ്സും യൂറോപ്യൻസും മാത്രം. ഈ ഒരു ഡേ ഞങ്ങൾ ആർട്ട് ഫൗണ്ടേഷൻ, അതുപോലെ ഓൾഡ് ആയിട്ടുള്ളൊരു മോസ്ക്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗാർഡൻ, പിന്നെ ഒരു സൂക്ക് എല്ലാം കണ്ടിട്ടോ. അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല പോലെ ടൈം ആയിട്ടുണ്ട്. പിന്നെ മക്കളുടെ റിക്വസ്റ്റ് കാരണം ഞങ്ങൾ ഹീറ ബീച്ചിലേക്കും പോയി. ഈ ഒരു ബീച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ കോഴിക്കോട് ബീച്ചിൽ നമ്മളിടയ്ക്ക് പോകില്ല, അതുപോലെ തന്നെ കേട്ടോ. ഇവിടെ ഞാൻ കുറേ തവണ വന്നിട്ടുണ്ട്. കുറേ തവണ വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഇവിടെ വരും, രാത്രിയൊക്കെ വരും, ഇവിടെ വരും, കുറേ നേരം ഇരിക്കും, കുറച്ച് കടൽക്കാറ്റൊക്കെ കൊള്ളും. ഭയങ്കര രസമാട്ടോ ഇവിടെ. ഗാലറിയും സൂക്കൊക്കെ കണ്ട് ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നേരെ ചായ കുടിച്ചിട്ടാണ് ഈ ഹീറ ബീച്ചിലേക്ക് വരുന്നത്. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് പിന്നെ ഫുഡ് കഴിക്കാനാണ്. മെയിനായിട്ട് ഫുഡ് കഴിച്ചിട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയിട്ടോ. ഇത്രയേ ഉള്ളൂ ഞങ്ങളൊരു കുഞ്ഞു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.